വർക്ക് എനർജി പവർ എന്ന് പറഞ്ഞ എനർജറ്റിക് ആയിട്ടുള്ള പവർഫുൾ ആയ ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കളെ, ഷുവർ ക്വസ്റ്റ്യൻ സീരീസിലൂടെ നമ്മൾ ഈ ചാപ്റ്റർ ഇപ്പോൾ പഠിക്കാൻ പോവാണ്. മുഴുവനായിട്ട് കാണാൻ ഒരു മിനിറ്റ് പോലും, ഒരു സ്ലൈഡ് പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. പഠിച്ചിരിക്കുക. ക്രിസ്മസ് എക്സാമിന് നമുക്ക് ഇതിന്റെ മാർക്കുകൾ ഫുള്ളും വാങ്ങിയിരിക്കണം. നമുക്ക് ആദ്യം തന്നെ സ്കേലാർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ് എന്നറിയപ്പെടുന്ന അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് രണ്ട് വെക്ടേഴ്സ് തമ്മിലുള്ള രണ്ട് വെക്ടേഴ്സ് പരസ്പരം പെർപെൻഡിക്കുലർ ആണ്. അതായത് അവർക്കിടയിലുള്ള ആംഗിൾ എത്ര? ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഇവിടുത്തെ സ്കേലാർ പ്രൊഡക്റ്റ്, ഇവർക്കിടയിലുള്ള സ്കേലാർ പ്രൊഡക്റ്റ് ഓർ ഡോട്ട് പ്രൊഡക്റ്റ്, അതായത് എ ഡോട്ട് ബി എത്രയാണെന്ന് ചോദിച്ചാൽ എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബി കോസ് തീറ്റ ആണ്. ഇവിടുത്തെ തീറ്റ എത്ര? 90 ഡിഗ്രി. എടാ, കോസ് 90ന്റെ വാല്യൂ 0 അല്ല, സോ ഫൈനൽ ആൻസർ 0 ആണ്. അപ്പൊ ഇത് തിരിച്ചും ചോദിക്കാറുണ്ട്. ഇവിടെ പറയാണ് രണ്ട് വെക്ടേഴ്സിന്റെ സ്കേലാർ പ്രൊഡക്റ്റ് ഓർ ഡോട്ട് പ്രൊഡക്റ്റ്, സ്കേലാർ പ്രൊഡക്റ്റിന്റെ വേറെ പേര് ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് ചോദിക്കാറുണ്ട്. 0 ആണ്. അങ്ങനെയാണെങ്കിൽ അവർക്കിടയിലുള്ള ആംഗിൾ എത്രയാണ്? എത്രടാ? 90 ഡിഗ്രി. 90 ഡിഗ്രി. സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കണ്ടിന്യൂവേഷൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് വർക്ക് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് അല്ലേ. വർക്കിൽ ഈ സ്കേലാർ പ്രൊഡക്റ്റ് ഡോട്ട് പ്രൊഡക്റ്റ് വരുന്നുണ്ട്. അപ്പൊ എന്താണ് വർക്ക്? നമ്മൾ ലൈഫിൽ ഒരുപാട് വർക്കുകൾ ചെയ്യാറുണ്ട് അല്ലെ. ഭക്ഷണം കഴിക്കാറുണ്ട്, ഉറങ്ങാറുണ്ട്, പിന്നെന്താ കാര്യമായിട്ട് തന്നെ ചെയ്യാറില്ല. റെഡി. അപ്പൊ അതൊക്കെ ഫിസിക്സിൽ വർക്ക് അല്ല. ഫിസിക്സിൽ വർക്ക് ആയിട്ട് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? സ്കേലാർ പ്രൊഡക്റ്റ് ആണ്, അല്ലെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് ആര്? ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും സ്കേലാർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ്. അങ്ങനെ പറഞ്ഞാൽ വർക്ക് W ഈസ് ഈക്വൽ ടു ഫോഴ്സ് F ഡോട്ട് ഡിസ്പ്ലേസ്മെന്റ് S. ഓർ അതിന് നമുക്ക് കോസ് തീറ്റ, കോസ് കമ്പണന്റ് ടേമിൽ എഴുതാൻ എങ്ങനെ ഉണ്ടാവുക? എഫ് എസ് കോസ് തീറ്റ എന്ന് എഴുതാം അല്ലേ. റെഡി അല്ലേ? വേർ തീറ്റ ഇസ് ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ഇനി അടുത്ത് ചോദിച്ചിരിക്കുന്നതാ ഇയാളുടെ SI യൂണിറ്റ് ആണ്. ഇയാളുടെ SI യൂണിറ്റ് വേഗം പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന വേഗം കമന്റ് ചെയ്തേ. ഫോഴ്സിന്റെ SI യൂണിറ്റ് ന്യൂട്ടൺ, ഡിസ്പ്ലേസ്മെന്റിന്റെ മീറ്റർ ആണ്, ന്യൂട്ടൺ മീറ്റർ. ഓർ ഇയാളെ നമ്മൾ ജൂൾ എന്ന് വിളിക്കും കേട്ടോ. ജൂൾ, ക്യാപിറ്റൽ J എന്നാണ് സിമ്പിൾ. സെറ്റ് അല്ലേ? രണ്ട് പേരുകളുണ്ട്. അടുത്തതിന്റെ പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പൊ പ്രോബ്ലംസ് വാല്യൂസ് ഒക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അറിയുന്ന ആൾക്കാർക്ക് ഈ ഭാഗം മാത്രം സ്കിപ്പ് ചെയ്യാം, അറിയാത്ത ആൾക്കാർ ഫുൾ സ്റ്റെപ്പ് കാണാം കേട്ടോ. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, നമുക്ക് തരും ഇതുപോലുള്ള ഫോഴ്സ് കണ്ടോ, ഫോഴ്സ് ഇതേപോലെ വെക്ടർ ഫോർമാറ്റിൽ തരും, ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഇതുപോലെ വെക്ടർ ഫോർമാറ്റിൽ തരും. നമ്മൾ ചോദിച്ചിരിക്കുന്ന അവിടുത്തെ വർക്ക് ഡണ്ണ. അപ്പോൾ നമുക്ക് എന്താ ഡയറക്റ്റ് കാണാൻ പറ്റും. വർക്ക് ഈസ് ഈക്വൽ ടു F ഡോട്ട് S. ഡോട്ട് പ്രൊഡക്റ്റ് അറിയുന്നവർക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട കാര്യം എന്താണ്? ഇവിടുത്തെ I കമ്പോണന്റ് അല്ലെങ്കിൽ X കമ്പോണന്റ് ആയ ഐന്റെ കൂടെ നമ്പർ ആരാ? ഇവിടെ കൂടെ നമ്പർ ഇല്ല എന്നാണോ? ആക്ച്വലി ഇവിടെ 1 ഉണ്ട് അല്ലേ. ആ രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തേ 1 × 1 എഴുതാം. ഇനി ഒരു പ്ലസ് കൊടുക്കാം. അടുത്ത ആരൊക്കെ തമ്മിലാ? ഇവിടെ ജെന്റെയും കൂടെ നമ്പേഴ്സ്. ഇവിടെ ജെന്റെ കൂടെ നമ്പർ ആരാ? -2. ഇവിടെ കൂടെ നമ്പർ ആരാ? -1 ഇവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ -2 -1 മൾട്ടിപ്ലൈ ചെയ്യാം, എന്നിട്ടൊരു പ്ലസ് കൊടുക്കാം. സിമിലർലി ഇവിടെ കേന്റെയും കൂടെ നമ്പേഴ്സ് അല്ലേ, അതാരാ? 2ഉം 3ഉം മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ കൂടെ അല്ലേ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 1 കിട്ടും, 2 കിട്ടും, 6 കിട്ടും അല്ലേ. ആഡ് ചെയ്താൽ 9 കിട്ടും. ആൻഡ് ഇവിടെ യൂണിറ്റ് ന്യൂട്ടണും മീറ്റർ ആയതുകൊണ്ട് ഫൈനൽ ആൻസർ ജൂൾ യൂണിറ്റ് ചെയ്ത് കേട്ടോ. സെറ്റ്. ഇനി ക്വസ്റ്റ്യനിൽ വേറൊരു ക്വസ്റ്റ്യൻ സംഭവം കൂടി ചോദിച്ചിട്ടുണ്ട്. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ അല്ലേ. ആംഗിളും ചോദിച്ചു. ഇവിടുത്തെ ആംഗിൾ തീറ്റ എങ്ങനെ കാണാം? റെഡി. നമുക്ക് അതിൽ ഇക്വേഷൻ ഉണ്ട്. വർക്ക് ഈസ് ഈക്വൽ ടു FS കോസ് തീറ്റ എന്ന ഇക്വേഷൻ നമുക്കറിയാം. അപ്പോൾ നമുക്ക് വേണ്ടത് ഇതിലാരാ? ഇതിൽ ഈ തീറ്റനെ മാത്രമാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ കാണാൻ പറ്റും. ഈ FSനെ അല്ലേ, ഏത് ടേമിനെ? ഏതാ? ഈ FSനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ W ഈസ് ഈക്വൽ ടു FS എന്ന് വരും. നമുക്കിനി തീറ്റനെ മാത്രം എടുക്കാം. അപ്പോൾ ഈ കോസിനും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ കോസ് ഇൻവേഴ്സ് W/FS എന്ന് പറഞ്ഞാൽ എഴുതാൻ പറ്റില്ല. കോസ് ഇൻവേഴ്സ് W/FS എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ വർക്കിന്റെ വാല്യൂ 9 എന്ന് എഴുതി. അത് നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. ഇനി എന്താണ് ഈ F? അതിനാണ് മാഗ്നിറ്റ്യൂഡ്. നിങ്ങൾ ഇത് ഓൾറെഡി മോഷനെ പ്ലെയിനിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഫോഴ്സ് F എന്ന് പറഞ്ഞ വെക്ടർ എന്നിട്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡായ F എങ്ങനെ കാണാൻ പറ്റും? റൂട്ട് ഓഫ് കൊടുക്കുക. ഇവിടെ ഐന്റെ കൂടുതൽ നമ്പർ ആരാ? 1, അതിന്റെ സ്ക്വയർ പ്ലസ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ജെന്റെ കൂടുതൽ നമ്പർ ആരാ? -2, അതിന്റെ ഹോൾ സ്ക്വയർ കൊടുക്കുക, ഒരു പ്ലസ് കൊടുക്കുക. ഇവിടെ കെന്റെ കൂടുതൽ നമ്പർ ആരാ? 2, അതിന് ഹോൾ സ്ക്വയർ കൊടുക്കുക. അപ്പോൾ അതുകൂടി ആഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ ടോട്ടൽ നമുക്ക് √9 കിട്ടും. √9 എന്ന് പറഞ്ഞാൽ 3 കിട്ടി. സെറ്റ് അല്ലേ? അതേപോലെ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ കാണുന്നു. ഡിസ്പ്ലേസ്മെന്റ് I - J + 3K എന്ന് കണ്ടു. അപ്പോൾ അതും എങ്ങനെ? റൂട്ട് ഓഫ് കൊടുത്തിട്ട് ഐന്റെ കൂടുതൽ നമ്പർ ആരാ? 1, അതിന്റെ സ്ക്വയർ കൊടുക്കുക, പ്ലസ് കൊടുക്കുക. ജെന്റെ കൂടുതൽ നമ്പർ ആരാ? -1, അതും നമ്മൾ എന്ത് ചെയ്യുക? ഹോൾ സ്ക്വയർ ആണ്. മർക്ക് ചെയ്ത് ഹോൾ സ്ക്വയർ ആണ്. മൈനസ് സ്ക്വയർ വന്നാലും ടോട്ടൽ ഫൈനൽ ആൻസർ പ്ലസ് ആവില്ലേ. അപ്പോൾ പിന്നെ ഇവിടെ കെന്റെ കൂടുതൽ 3, അതൊക്കെ കൂടി ആഡ് ചെയ്താൽ നമുക്ക് റൂട്ട് എടുത്താൽ √11 കിട്ടും. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അപ്പോൾ എഫിന്റെ വാല്യൂ 3, എസിന്റെ വാല്യൂ √11. അതും കൂടി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വർക്കിന്റെ വാല്യൂ 9, എഫിന്റെ വാല്യൂ 3, എസിന്റെ വാല്യൂ √11. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ
9 3 ക്യാൻസൽ ചെയ്താൽ കോസ് ഇൻവേഴ്സ് 3/√11 എന്നുള്ള ആൻസർ കിട്ടും. നിങ്ങൾക്ക് വേണേ കാൽക്കുലേറ്റർ വെച്ച് ഇതിൻ്റെ വാല്യൂ കാണാം, നിർബന്ധമല്ല. ഇത് ആരെങ്കിലും കാൽക്കുലേറ്റ് ചെയ്ത് ഒന്ന് കമൻറ്റ് ചെയ്യും, നല്ല രസമുള്ള കാര്യമല്ലേ, ഒന്ന് കമൻറ്റ് ചെയ്തു. നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിച്ചിട്ട് നിങ്ങൾക്ക് ഈ വാല്യൂ കിട്ടും നോക്കും. കോസ് ഇൻവേഴ്സ് അടിക്കണം, കോസ് ഫംഗ്ഷൻ അല്ല, കോസ് ഇൻവേഴ്സ് ഫംഗ്ഷൻ നിങ്ങളെ കാൽക്കുലേറ്റർ ഉണ്ടാവും, നിങ്ങൾ അത് അടിച്ച് ഷിഫ്റ്റ് അടിച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലെ വർക്ക് ഡൺ ഇങ്ങനെയും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. വർക്ക് ഡൺ ആണ് ചോദിച്ചിരിക്കുന്നത്. ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് 15 ന്യൂട്ടൺ പറഞ്ഞു, ഡിസ്പ്ലേസ്മെന്റ് 2 മീറ്റർ എന്ന് പറഞ്ഞു, അവർക്കിടയിൽ ആംഗിൾ 60 ഡിഗ്രി. ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. വർക്ക് ഈസ് ഇക്വൽ ടു എഫ് കോസ് തീറ്റ. ഡോട്ട് പ്രൊഡക്റ്റ് കാണുന്നു വേണ്ട, നമുക്ക് നേരെ ചെയ്താലോ. വർക്ക് ഈസ് ഇക്വൽ ടു ഫോഴ്സ് 15 ആണ്, ഡിസ്പ്ലേസ്മെന്റ് 2 ആണ്, കോസ് എത്ര, കോസ് 60. കോസ് 60 എന്ന് പറഞ്ഞാൽ എത്ര, കോസ് 60 എന്ന് പറഞ്ഞാൽ 1/2. അപ്പോൾ എന്ത് വരും, ഈ 2ൻ്റെ ഒരു സ്റ്റെപ്പ് കൂടി ചെയ്താൽ 2 × 1/2. സോ വർക്ക് എത്ര, 15 ജൂൾസ് തന്നെ യൂണിറ്റ് ചെയ്താൽ മറന്നു വരുന്നത്. ഇനി നമുക്ക് ഇതുപോലെ പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, സീറോ വർക്ക് എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾസ് ആണ് വരാറ്. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വർക്ക് ചെയ്ത ഫോഴ്സ് ഇല്ലേ, വർക്ക് ചെയ്ത ഫോഴ്സ് അതാരാ നിങ്ങൾ കണ്ടെത്തണം. അപ്പോൾ വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ എന്നാ പറഞ്ഞത് അല്ലേ, ഫ്രിക്ഷൻ. അപ്പോൾ ഏത് ഫോഴ്സിനെ കുറിച്ചാണ് ചോദിക്കുന്നത് പറയണേ, അപ്പോൾ ഫ്രിക്ഷൻ ആണ്. അടുത്ത ഏതാ, ബോഡി സ്ലൈഡിങ് ഓൺ ആൻ ഇൻക്ലൈൻഡ് സർഫസ്, അതായത് ചെരിഞ്ഞൊരു പ്രതലത്തിൽ ഒരു ബോഡി താഴോട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇയാളുടെ ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാ, ഇയാളുടെ ഡിസ്പ്ലേസ്മെന്റ് ഇതേ ഇങ്ങനെ അങ്ങോട്ട് താഴോട്ടാണ്. ഫ്രിക്ഷൻ എങ്ങോട്ടായിരിക്കും, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ, അപ്പോൾ ഇങ്ങോട്ടാണ് ഫ്രിക്ഷൻ. ഇവ രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് തന്നെ വർക്ക് ഡൺ എന്തായിരിക്കും, നെഗറ്റീവ്. അപ്പോൾ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ വർക്ക് ഡൺ എന്തായിരിക്കും, നെഗറ്റീവ്. അടുത്ത കേസ് നോക്കാം. ആരുടെ വർക്ക് ഡൺ ആണ് ചോദിച്ചത്, ഏത് ഫോഴ്സാ, ബൈ അപ്ലൈഡ് ഫോഴ്സ്. അപ്പോൾ അപ്ലൈ ചെയ്ത ഫോഴ്സിന്റെ ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഓ ഇൻ പുട്ടിങ് ഡൗൺ ആൻ ഒബ്ജക്റ്റ്, ഒരു ഒബ്ജക്റ്റ് താഴെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സിന്റെ വർക്ക് ഡൺ ആണ് ചോദിച്ചത്. അപ്പോൾ താഴെ വെക്കല്ലേ, ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാ, ഡിസ്പ്ലേസ്മെന്റ് ഓബിയസ്ലി താഴോട്ടാ. അപ്പോൾ നമ്മൾ എങ്ങോട്ടാ ഫോഴ്സ് കൊടുക്കേണ്ടത്, ഒരു ഒബ്ജക്റ്റിനെ താഴോട്ട് വെക്കാൻ നമ്മൾ എങ്ങോട്ടാ ഫോഴ്സ് കൊടുക്കേണ്ടത്, താഴോട്ടല്ല, നമ്മൾ ആക്ച്വലി അയാളെ താങ്ങി നിർത്തുക. നമ്മൾ കൊടുത്ത ഫോഴ്സ്, നമ്മൾ അയാളെ താഴോട്ടില്ലേ, ഗ്രാവിറ്റിക്കെതിരെ താങ്ങി നിർത്തല്ലേ, അപ്പോൾ നമ്മൾ കൊടുത്ത ഫോഴ്സ് എങ്ങോട്ടാടാ, ആക്ച്വലി മുകളിലോട്ടാണ് കേട്ടോ. അതെനിക്കറിയാം, കുറച്ച് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. വീണ്ടും പറയാണ്, ഭൂമി അയാളെ താഴോട്ട് പിടിക്കും, നമ്മൾ ആക്ച്വലി അയാളെ താങ്ങി നിർത്തുക, മുകളിലോട്ടാണ് ഫോഴ്സ് കൊടുക്കുന്നത്, താങ്ങി നിർത്തുന്നത്. അത് നമ്മൾ കുറച്ചാണ് താഴോട്ട് കൊണ്ടുവരുന്നത്, പക്ഷെ നമ്മൾ എങ്ങോട്ടാണ് ഫോഴ്സ് കൊടുക്കുന്നത്, മുകളിലോട്ട്. അപ്പോൾ വീണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ, വർക്ക് ഡൺ എന്താണ്, നെഗറ്റീവ്. അതൊക്കെ കോമൺ മിസ്റ്റേക്സ് ആണ്, തെറ്റിപ്പോകുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ സെറ്റായ ഒരു വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഒരു ഗ്രീൻ ടിക്ക് ഇടോ. ഇത് സെറ്റ് ആൾക്കാർ ഒന്ന് പോസ് ചെയ്ത് ഗ്രീൻ ടിക്ക് തന്നെ. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കാം, വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. എപ്പോഴും നോക്കുക ഏത് ഫോഴ്സ് ആണെന്ന്. വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് ലിഫ്റ്റഡ് അപ്പ്, ഒരു ഒബ്ജക്റ്റ് മുകളിലോട്ട് പൊന്തിക്കുകയാണ് അല്ലേ, ഒരു ഒബ്ജക്റ്റ് മുകളിലോട്ട് പൊന്തിക്കുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടായിരിക്കും, മുകളിലോട്ട്. ആൻഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ല, നമ്മളെ ഫോഴ്സ് അല്ല ചോദിച്ചാൽ, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എപ്പോഴും അങ്ങോട്ടാ, താഴോട്ട്. അപ്പോൾ ഈ കേസിലും വർക്ക് ഡൺ എന്താ, നെഗറ്റീവ്. സെറ്റ് ആയില്ലേ, ക്ലിയർ ആയില്ലേ. ഇനി അടുത്ത കേസ്, വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി ചെയ്ത വർക്ക് ഡൺ അല്ലേ. വെൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ഓൺ, ഒരു വസ്തു താഴോട്ട് വെച്ചപ്പോൾ ഗ്രാവിറ്റി ചെയ്ത വർക്ക് ഡൺ. താഴോട്ടല്ല വെച്ചത്, ഡിസ്പ്ലേസ്മെന്റ് താഴെ, ആൻഡ് ഗ്രാവിറ്റിയുടെ ഫോഴ്സ് എങ്ങോട്ടാ, താഴോട്ട്. രണ്ടുപേരും സെയിം ഡയറക്ഷൻ അല്ലേ, അപ്പോൾ വർക്ക് ഡൺ എന്തായിരിക്കും, പോസിറ്റീവ്. അപ്പോൾ താഴെ വെക്കുന്ന കേസിൽ അത് വർക്ക് ഡൺ പോസിറ്റീവായി നെഗറ്റീവായി കണ്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ്, നമ്മൾ ചെയ്ത വർക്ക് ഡൺ എന്താണ്, നെഗറ്റീവാണ്. താഴെ വെക്കുമ്പോൾ ഗ്രാവിറ്റി ചെയ്ത വർക്ക് ഡൺ പോസിറ്റീവ്. ലോജിക് കിട്ടിയല്ലോ. ഇനി ഇതിന്റെ സ്ഥിരമായുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു സെൻട്രിപിറ്റൽ ഫോഴ്സ് ചെയ്ത വർക്ക് ഡൺ. അതായത് യൂണിഫോം സ്പീഡിൽ ഒരു സർക്കുലർ പാത്തിൽ ഒരു ഒബ്ജക്റ്റ് കറങ്ങുന്നുണ്ട്, ഇതേപോലെ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അപ്പോൾ കറങ്ങുന്ന സമയത്ത് സെൻട്രിപിറ്റൽ ഫോഴ്സ്, നിങ്ങൾക്കറിയാം സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാം, ഈ പോയിന്റിൽ സെൻട്രിപിറ്റൽ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും, ടുവേർഡ്സ് സെൻറ്റർ ആയിരിക്കും, അങ്ങോട്ടായിരിക്കും ഫോഴ്സ് ആക്ട് ചെയ്യുക അല്ലേ, അങ്ങോട്ടായിരിക്കും ഫോഴ്സ് ആക്ട് ചെയ്യുക. ഇനി നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ആണ് കാണേണ്ടത്. ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല, പക്ഷെ നമുക്കറിയാം ഈ പോയിന്റിൽ വെലോസിറ്റി എങ്ങോട്ടായിരിക്കും, ആ പോയിന്റ് ടാൻജൻഷ്യൽ ആയിട്ടായിരിക്കും വെലോസിറ്റി. ഇത് നിങ്ങൾ പഠിച്ച കാര്യമല്ലേ, ആണ്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റിയുടെ സെയിം ഡയറക്ഷനിലായിരിക്കും എന്തുണ്ടാവുക, ഡിസ്പ്ലേസ്മെന്റ്. അല്ലെ ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷനാണ് വെലോസിറ്റി എന്നാണ് അല്ലേ കൺസെപ്റ്റ്. അപ്പോൾ ഇവർക്കിടയിലുള്ള ആംഗിൾ എത്ര, ഇവർക്കിടയിലുള്ള ആംഗിൾ 90 ഡിഗ്രി. അപ്പോൾ തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി വരും. അപ്പോൾ വർക്ക് ഡൺ എന്തായിരിക്കും, FS cos 90 വരും. cos 90ന്റെ വാല്യൂ 0 വരും. അപ്പോൾ വർക്ക് ഡൺ എത്ര, 0. ഇത് പഠിക്കണം, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് ചെയ്ത വർക്ക് ഡൺ വിൽ ബി 0. അപ്പോൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ്, ഇത് മിനിമം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിന്റെ നോട്ട് ലഭിക്കാൻ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. എഡ്ജിബോട്ട് ആപ്പിന്റെ അകത്തും ഇതിന്റെ ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. സെറ്റ് അല്ല, PDF കിട്ടും. ആ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് പഠിക്കാം കേട്ടോ. ക്ലാസ് കഴിഞ്ഞിട്ട് നോട്ട് വായിച്ചു നോക്കുക. ആൻഡ് PYQ മക്കളെ എല്ലാവർക്കും ഫ്രീ ആക്കിയിട്ടുണ്ട്. എല്ലാ പ്ലസ് ടു മക്കൾക്കും PYQ ക്ലാസ് കംപ്ലീറ്റ്. PYQ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അത് മാത്രം റെഫർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരു 70-80% നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ ഒരുപാട് വർഷത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആപ്പിൽ ഫ്രീ ആണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, സിലബസ് ചൂസ് ചെയ്തിട്ട് PYQ എന്ന് പറഞ്ഞ സെഷൻ്റെ അകത്ത് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക, കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്യുക, ഫ്രീ ആയിട്ട് പഠിക്കാം കേട്ടോ. വാട്ട് ഈസ് എനർജി? എനർജി എന്താ? ഇറ്റ് ഈസ് ദ കപ്പാസിറ്റി ടു ഡു വർക്ക്. അതിൻ്റെ SI യൂണിറ്റ് എന്താ? എനർജി എന്ന് പറഞ്ഞാൽ വർക്കിൻ്റെ അതേ യൂണിറ്റ് ആണ്. അതേതാ?
ജൂളാണ് കേട്ടോ. ഇയാളുടെ എസ് ഐ യൂണിറ്റ് എന്താണ്? ജൂളാണ് ഇയാളുടെ എസ് ഐ യൂണിറ്റ്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ഇതുപോലുള്ള ചില സ്പെഷ്യൽ യൂണിറ്റുകൾ, ഫോർ എക്സാമ്പിൾ എർഗ്, EV, ഇലക്ട്രോൺ വോൾട്ട്, കിലോ വാട്ട് അവർ, KWH, കലോറി എന്നുള്ളതിനൊക്കെ ഉണ്ട്. അപ്പോൾ അത് ജൂളിൻ്റെ ടേംസിൽ 1 മാർക്കിന് പഠിക്കുക. ഇതൊരു ഷ്യൂർ ക്വസ്റ്റ്യൻ അല്ല, പക്ഷേ ഇതൊരു ബോണസ് ക്വസ്റ്റ്യൻ ആണ്. വാല്യൂസ് പഠിച്ചു വെക്കുക. 1 എർഗ് എന്ന് പറഞ്ഞാൽ 10⁻⁷ ജൂൾസ് ആണ്. 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ 1.6 × 10⁻⁹ ജൂൾ. അടുത്ത കൊല്ലം കുറേ ആവശ്യം വരുന്ന കാര്യമാണ് കേട്ടോ. കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞാൽ എനർജിൻ്റെ യൂണിറ്റ് ആണ്. 3.6 × 10⁻⁶ ജൂൾസ് ആണ്. കലോറി എന്ന് പറഞ്ഞാൽ 4.2 ജൂൾസ് ആണ്. ഒന്ന് ഓർത്ത് വെക്കണം, ഒരു ബോണസ് ആയിട്ട് പറഞ്ഞാൽ ഷ്യൂർ ക്വസ്റ്റ്യൻ ഒന്നുമല്ല, പക്ഷേ ബോണസ് ആണ്. അപ്പോൾ ഇനി അടുത്തത് കൈനറ്റിക് എനർജി. എന്താ? സിമ്പിൾ, ഒരു ബോഡിയുടെ മോഷൻ കാരണം ഉണ്ടാവുന്ന, അയാൾക്ക് ഉണ്ടാവുന്ന എനർജി അല്ലേ. അപ്പോൾ എനർജി പൊസസ്ഡ് ബൈ ബോഡി ബൈ ദ വെർച്യൂ ഓഫ് ഇറ്റ്സ് മോഷൻ. അപ്പോൾ കൈനറ്റിക് എനർജി എങ്ങനെ ഡിഫൈൻ ചെയ്യുക? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½ × m × മാസ് × അയാളുടെ വെലോസിറ്റിന്റെ സ്ക്വയർ. അറിയുന്ന കാര്യമാണല്ലോ. അങ്ങനെയാണ് പറയടാ, നിങ്ങൾ പറ. റെസ്റ്റിൽ നിൽക്കുന്ന ആളെ കൈനറ്റിക് എനർജി എത്ര? റെസ്റ്റിൽ നിൽക്കുന്ന ആളെ കൈനറ്റിക് എനർജി 0. അതിന്റെ റീസൺ കൂടി ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്ത് എല്ലാവരും കമന്റ് ചെയ്ത് റീസൺ കൂടി വീഡിയോ പോസ്റ്റ് ചെയ്ത് പറഞ്ഞേ. റെസ്റ്റിൽ നിൽക്കുന്ന ഒരാളെ കൈനറ്റിക് എനർജി 0 ആണ്. വൈ? എന്തുകൊണ്ടാ? വെലോസിറ്റി 0 ആണ്. എടാ വെലോസിറ്റി 0 ആണെങ്കിലും ഉണ്ടോ? ഇല്ല, സെറ്റ് ആണ്. മക്കളെ, ഇതിന്റെ ചെറിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് ഇതിന്റെ ആൻസർ വേഗം കാൽക്കുലേറ്റ് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാൻ നിങ്ങൾ നോക്കുക. കമന്റ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുക. ഇവിടെ നിങ്ങൾ നോക്കുക, എന്താണ്? ബുള്ളറ്റിന്റെ മാസ് 50 ഗ്രാം എന്ന് കണ്ടിട്ടുണ്ട്. സ്പീഡ് 200 m/s എന്ന് പറഞ്ഞത്. കൈനറ്റിക് എനർജി കാണാനാ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ ഇവിടെ വാല്യൂസ് ഒക്കെ എഴുതി, സമയം കളട്ടല്ലോ വെച്ചിട്ടാ. കൈനറ്റിക് എനർജിന്റെ വാല്യൂ ½ mv². മാസ് നിങ്ങൾ ശ്രദ്ധിക്കുക, കിലോഗ്രാമിലല്ല ഗ്രാമിലാണ്. അതുകൊണ്ട് ഞാൻ × 10⁻³ ചെയ്യണം കേട്ടോ. ഗ്രാമിനെ കിലോഗ്രാമിലോട്ട് മാറ്റാൻ 10⁻³ ആണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് കാൽക്കുലേറ്റർ ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് 1000 ജൂൾസ് കിട്ടും. കാൽക്കുലേഷൻ എന്ന സമയം കളയുന്നത്. ഇതുപോലത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് വരും, എല്ലാവർക്കും ശരിയാക്കാൻ പറ്റും. അടുത്തത് പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഒരു ബോഡിയുടെ പൊസിഷനോ അല്ലെങ്കിൽ അതിൻ്റെ കോൺഫിഗറേഷൻ കാരണം ഉണ്ടാകുന്ന എനർജിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പൊട്ടൻഷ്യൽ എനർജി. ഫോർ എക്സാമ്പിൾ, ഒരു തെങ്ങിൻ്റെ മുകളിൽ തേങ്ങ നിൽക്കുന്നുണ്ട്, അയാൾക്ക് എന്തുണ്ട്? ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അല്ലെങ്കിൽ ഒരു സ്പ്രിങ്ങിനെ ഞാൻ കംപ്രസ് ചെയ്തു, അയാൾക്ക് എന്തുണ്ട്? പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അപ്പോൾ അതിൻ്റെ പൊസിഷൻ ഓർ കോൺഫിഗറേഷൻ കാരണം ഉണ്ടാകുന്ന എനർജിനെ വിളിക്കുന്ന പേരാണ് പൊട്ടൻഷ്യൽ എനർജി. ഡെഫിനേഷനേക്കാൾ കൂടുതൽ ചോദിക്കുക, അതിൻ്റെ സ്പെസിഫിക് ടൈപ്പായി നമുക്ക് പഠിക്കുക ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയാണ്. എന്താ ഈ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി? എടാ, ഗ്രൗണ്ടിൽ നിന്ന് h ഹൈറ്റിൽ m എന്ന് പറഞ്ഞ മാസ് നിൽക്കുന്നുണ്ട്. അയാൾക്ക് എന്തുണ്ട്? ഇയാൾക്കൊരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അത് ഗ്രാവിറ്റേഷൻ കാരണം. കാരണം ആരുണ്ട്? താഴോട്ട് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി ഓർ ജനറലി പൊട്ടൻഷ്യൽ എനർജിനെ U എന്നാണ് എഴുതുക, mgh. ഇത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിൻ്റെ ഇക്വേഷൻ ആണ്. സ്പ്രിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ എനർജിക്കൊക്കെ വേറെ ഇക്വേഷൻ ആണ്, നമുക്ക് പഠിക്കാം. റെഡി? അപ്പോൾ ഇത് വെച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഡെറിവേഷൻ. ഇത് നിങ്ങൾ എന്തായാലും പഠിക്കണം. അതായത് നിങ്ങളോട് ചോദിക്കുന്നത് കൺസേർവ്ഡ് ആണ്, മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആണ്. എന്തിൻ്റെ കേസിൽ? ഒരു ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ കേസിൽ മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആണെന്ന് പറഞ്ഞൊരു ഡെറിവേഷൻ ഉണ്ട്. ഈ ഡെറിവേഷൻ എഴുതി പഠിച്ചോ, ലെങ്ത് നോക്കണ്ട, എഴുതി പഠിക്കണം. ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾ ഈ ചിത്രം വരയ്ക്കണം. അപ്പോൾ എന്താണ് കൺസെപ്റ്റ് എന്ന് വെച്ചാൽ, ഭൂമിയിൽ നിന്ന്, എർത്തിൽ നിന്ന് h ഹൈറ്റിൽ m മാസ് എന്ന് പറഞ്ഞ ഹൈറ്റ് ഉണ്ട്. ആ ഒരു ഹൈറ്റിൻ്റെ ലെവലിൽ ഞാൻ A എന്ന് പറഞ്ഞൊരു ലെവലിൽ നിന്ന് വിളിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം x ഡിസ്റ്റൻസ് താഴോട്ട് ട്രാവൽ ചെയ്തു, കല്ലിനെ ഡ്രോപ്പ് ചെയ്തു, ഫ്രീലി ഫോളോ ചെയ്തു. അപ്പോൾ ആ ഒബ്ജക്റ്റ് താഴോട്ട് വീണു. അപ്പോൾ B എന്ന് പറഞ്ഞൊരു ലെവൽ, ബേസിക്കലി അയാൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണ്? x എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിലാണ്. അപ്പോൾ അയാൾ എത്ര ഹൈറ്റിലാണ്? h - x എന്ന് പറഞ്ഞ ഹൈറ്റിലല്ലേ? സെറ്റ് അല്ലേ? റെഡി. അടുത്തത് കഴിഞ്ഞാൽ C എന്ന് പറഞ്ഞ ലെവൽ ഏതാ? ഗ്രൗണ്ട് ലെവലിലാണ്. അപ്പോൾ ഇതാണ് ഫിഗർ. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? ടോട്ടൽ മെക്കാനിക്കൽ എനർജി, അതായത് കൈനറ്റിക് എനർജി. മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ കൈനറ്റിക് എനർജിൻ്റെയും പൊട്ടൻഷ്യൽ എനർജിൻ്റെയും സം എന്താണ്? ഒരു കോൺസ്റ്റന്റ്. അതാണ് കൺസേർവ്ഡ് കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് എയുടെ കേസിൽ കാണാം. എൻ്റെ കേസിൽ കൈനറ്റിക് എനർജിൻ്റെ ഇക്വേഷൻ ½ mv². എടാ, ഇവിടെ ഒബ്ജക്റ്റ് റെസ്റ്റിലല്ലേ? ഒബ്ജക്റ്റ് ഇതാ ഇവിടുന്ന് വീഴാൻ തുടങ്ങുന്നല്ലോ. യുവിൻ്റെ വാല്യൂ എത്ര? 0 ആണ്. അപ്പോൾ v 0 ആവും. അപ്പോൾ എന്താവും? കൈനറ്റിക് എനർജി 0 ആണ്. സോ ഇയാളുടെ കേസിൽ കൈനറ്റിക് എനർജി എത്രയാണ്? 0 ആണ്. ഇനി പൊട്ടൻഷ്യൽ എനർജി, ഇക്വേഷൻ mgh. അതിന് സിംപ്ലിഫൈ ചെയ്യാനൊന്നുമില്ല. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിൻ്റെ വാല്യൂ mgh. അപ്പോൾ ടോട്ടൽ എങ്ങനെയാ? ടോട്ടൽ എനർജി, ടോട്ടൽ മെക്കാനിക്കൽ എനർജി കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി സമ്മാണ്. അപ്പോൾ കൈനറ്റിക് എനർജി 0, പൊട്ടൻഷ്യൽ എനർജി mgh, ടോട്ടൽ ആഡ് ചെയ്താൽ mgh. സോ ഇത് തന്നെയായിരിക്കണം ടോട്ടൽ എനർജി mgh. എൻ്റെ കേസിൽ mgh ആണ് കിട്ടി, ഇവിടെയും mgh ആണ് കിട്ടണം, ഇവിടെയും mgh ആണ് കിട്ടണം. സോ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ എൻ്റെ കേസിൽ നമ്മൾ കണ്ടു. ഇനി ബിൻ്റെ കേസ് ചിത്രം ഒരു തവണ വരച്ചാൽ മതി. ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇവിടെ കോപ്പി ചെയ്തതിന് ചിത്രം ഒരു തവണ വരച്ചാൽ മതി. ഇനി ബിൻ്റെ കേസിൽ ബിൻ്റെ കേസിൽ പൊട്ടൻഷ്യൽ എനർജി mgh എന്ന ഹൈറ്റ്. അപ്പോൾ ബിൻ്റെ കേസിൽ ഹൈറ്റ് എത്ര? ഈ ഹൈറ്റ് എത്ര? ഇതല്ലേ? അതെത്ര? h - x അല്ലേ? ആണ്. അപ്പോൾ mg × h - x എന്ന് പൊട്ടൻഷ്യൽ എനർജി എഴുതി. ഇനി കൈനറ്റിക് എനർജി ½ mv² ആണ്. അപ്പോൾ അവിടെ v കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? തേർഡ് ഇക്വേഷൻ മോഷൻ എടുക്കാം. അവിടെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ഇനീഷ്യൽ വെലോസിറ്റി മക്കളെ ഇവിടെ 0 അല്ലേ? ഇനീഷ്യൽ വെലോസിറ്റി വീഴുന്ന 0 അല്ലേ? ആൻഡ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്ര? യുവിൻ്റെ വാല്യൂ 0 ആണ്. ആക്സലറേഷൻ്റെ വാല്യൂ gക്ക് ഈക്വൽ ആയിരിക്കും. ആൻഡ് അവിടെ ട്രാവൽ ചെയ്ത ഡിസ്പ്ലേസ്മെൻറ്റ് x അല്ലേ? ഇത്രയും ഡിസ്റ്റൻസ് അല്ലേ? അപ്പോൾ x ആണ്. ഈ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ u 0 ആയി കഴിഞ്ഞാൽ v² = 2gh വരും. അത് ഇവിടെ
അവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് വി സ്ക്വയറിന് പകരം 2gh സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 2gx സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് എന്ത് വരും, ഈ ടൂവും ക്യാൻസൽ ഔട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് കൈനറ്റിക് എനർജിൻ്റെ വാല്യൂ എന്ത് കിട്ടും, mgx എന്ന് കിട്ടും, mgx എന്ന് വരും അല്ലേ. റെഡി. ഇനി നമുക്ക് ആഡ് ചെയ്താൽ പോരെ, പൊട്ടൻഷ്യൽ എനർജിയുടെയും കൈനറ്റിക് എനർജി സമ്മായിരിക്കും ടോട്ടൽ എനർജി mgx പ്ലസ് mgh മൈനസ് എക്സ്. mg കോമൺ എടുത്തു കഴിഞ്ഞാൽ ബ്രാക്കറ്റിൽ ആരുണ്ടാവും, h മൈനസ് എക്സ് പ്ലസ് എക്സ് എന്ന് വരും. എക്സ് ക്യാൻസൽ ആയിപ്പോൾ. സോ ഫൈനൽ ആൻസർ എത്രയാണ്, mgh. അത് നമുക്ക് ഓൾറെഡി അറിയാം, നമുക്ക് ഇവിടുത്തെ തന്നെ അവിടെ കിട്ടണം. അപ്പോൾ ഇത് തന്നെ ആയിരിക്കും ഫൈനൽ ആൻസറും വരും, അത് ഉറപ്പുള്ള കാര്യം കേട്ടോ. സെറ്റ്. അങ്ങനെയാണെങ്കിൽ അടുത്ത നമുക്ക് എന്താണ്, സിയിൽ തന്നെ കിട്ടണം. സിന്റെ കേസിൽ പൊട്ടൻഷ്യൽ എനർജിന്റെ വാല്യൂ എത്ര, പൊട്ടൻഷ്യൽ എനർജിന്റെ വാല്യൂ mgh ആണ്. എടാ സി എന്ന് പറഞ്ഞത് ഹൈറ്റ് ഉണ്ടോ, ഇല്ല, ഗ്രൗണ്ട് ലെവലല്ല. അപ്പോൾ ഹൈറ്റ് 0 ആണ്. അപ്പോൾ അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്, പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. ഇനി കൈനറ്റിക് എനർജി കാണും, ഹാഫ് mv². അപ്പോൾ നേരത്തെ ചെയ്ത പോലെ v² = u² + 2as കൊടുത്തു. യുവിൻ്റെ വാല്യൂ 0, എൻ്റെ വാല്യൂ gn, ആക്സിലേഷൻ ടു ഗ്രാവിറ്റി ആണ് s. അപ്പോൾ ഇവിടെ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്ര, h ആണ്. അപ്പോൾ എസിന് പകരം h കൊടുത്തു. അപ്പോൾ v² = 2gh വരും, v² = 2gh വരും. അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എന്ത്, 2 ക്യാൻസൽ ആയി. ബേസിക്കലി നമുക്ക് ഫൈനൽ ആൻസർ എന്താ വരിക, കൈനറ്റിക് എനർജിൻ്റെ വാല്യൂ എന്ത് വരും, mgh എന്ന് വരും, mgh. ഇനി രണ്ട് ആഡ് ചെയ്തോ, ഇന്ന് ആഡ് ചെയ്യാനില്ല അല്ലേ. കൈനറ്റിക് എനർജി mgh ആണ്, യുവിൻ്റെ വാല്യൂ 0, ടോട്ടൽ എത്രയാണ്, ടോട്ടൽ mgh ആണ്. ഹെൻസ് പ്രൂവ്ഡ്. അപ്പോൾ ഇത് ചിത്രം ഒരു തവണ വരച്ചാൽ മതി, പ്രൂഫ് എഴുതി പഠിക്കുക മക്കളെ. ഷ്യൂർ ക്വസ്റ്റൻ ആണ്, 4 മാർക്കിനല്ല 3 മാർക്കിന് വരും. അടുത്ത ഇതിൻ്റെ ഗ്രാഫിക്കൽ വേരിയേഷൻ ആണ്. അപ്പോൾ നേരെ ഫിഗർ പഠിച്ചാൽ മതി. നമ്മൾ y ആക്സിൽ എനർജിയാണ്, എക്സ് ആക്സിൽ ഹൈറ്റ് ആണ്, ഭൂമി എന്നുള്ള ഹൈറ്റാണ്. അപ്പോൾ 0 എന്ന് പറഞ്ഞ ഹൈറ്റിൽ ഭൂമിയിൽ നമുക്കറിയാം, ഇവിടുത്തെ സി എന്ന് പറഞ്ഞ കേസിൽ നമുക്ക് ഭൂമിയിലല്ലേ, അവിടെ ആരാ 0, പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. അപ്പോൾ കൈനറ്റിക് എനർജി എത്ര, mgh മാക്സിമം ആണ്. അപ്പോൾ ഈ ഭൂമിയിൽ ഈ പോകുന്നത് ഏതാ, അത് പൊട്ടൻഷ്യൽ എനർജി. കാരണം എന്താ, ഈ ലൈന് 0 എന്താണ് അല്ലേ, എനർജി 0 അല്ലേ, ഹൈറ്റ് 0, അപ്പോൾ എനർജി 0 അല്ലേ. അപ്പോൾ ഇത് ഏതാണ്, പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഈ 0 ആരാ മാക്സിമം, 0 ആരാ മാക്സിമം, കൈനറ്റിക് എനർജി. അപ്പോൾ ഈ പോകുന്ന ഏതാണ്, കൈനറ്റിക് എനർജിയാണ്. സെറ്റ് അല്ലേ. ഇനി ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആ 3 കേസിലും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ടോട്ടൽ എനർജിൻ്റെ ലൈൻ. ചിത്രം വരച്ച് പഠിക്കുക കേട്ടോ, ചിത്രം വരച്ച് പഠിക്കുക. 1 മാർക്കോ 2 മാർക്ക് ചോദിക്കും. അപ്പോൾ ഇതേ ചോദ്യം തിരിച്ച് ചോദിക്കും. ഇവിടെ നിങ്ങളോട് പറയുന്നത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ഒബ്ജക്റ്റ് അറ്റ് ഹൈറ്റ് h ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ഓഫ് ദ ഒബ്ജക്റ്റ് ഓൺ ദ റീച്ചിങ് ദ ഗ്രൗണ്ട് ആണ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ പറയുന്നത് h എന്ന് പറഞ്ഞ ഹൈറ്റിലെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി, അതായത് ഈ കേസിൽ നിങ്ങൾ നോക്ക്, ഇതേ സെയിം സ്റ്റെപ്പ് തന്നെ എഴുതിയാൽ മതി കേട്ടോ, ബി എഴുതേണ്ട കാര്യമില്ല. h എന്ന് പറഞ്ഞ ഹൈറ്റിൽ, ഈ ഹൈറ്റിൽ പൊട്ടൻഷ്യൽ എനർജി എത്ര, പൊട്ടൻഷ്യൽ എനർജി mgh ആ അല്ലേ. അത് എന്തിന് ഈക്വലാന്ന് പറഞ്ഞേ, അത് എന്തിന് ഈക്വലാന്ന് പ്രൂവ് ചെയ്യാനാ പറഞ്ഞേ, കൈനറ്റിക് എനർജി ഓൺ ദ ഒബ്ജക്റ്റ് റീച്ചിങ് ഗ്രൗണ്ട്. ഈ കേസിൽ ഗ്രൗണ്ടിൽ റീച്ച് ചെയ്ത കേസിൽ അവിടെ കൈനറ്റിക് എനർജിൻ്റെ വാല്യൂ എത്ര, mgh. അപ്പോൾ ഇവിടെ ഗ്രൗണ്ടിലെത്തിയപ്പോൾ കൈനറ്റിക് എനർജിൻ്റെ വാല്യൂ mgh ആണ്. എ എന്ന് പറഞ്ഞ, അതായത് h എന്ന് പറഞ്ഞ ഹൈറ്റിൽ പൊട്ടൻഷ്യൽ എനർജിൻ്റെ വാല്യൂ mgh ആണ്. അപ്പോൾ ബേസിക്കലി ഇവിടെയുള്ള പൊട്ടൻഷ്യൽ എനർജി ഇവിടെ എത്തിയപ്പോൾ എന്തായി, കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത്. അപ്പോൾ താഴോട്ട് വരുന്തോറും പൊട്ടൻഷ്യൽ എനർജി കൺസ്യൂം ചെയ്തുകൊണ്ട് നമ്മൾ കൈനറ്റിക് എനർജി കൂടുക എന്ന് പറയാൻ പറ്റും. അപ്പോൾ സെയിം സ്റ്റെപ്പ് ബി എന്ന് പറഞ്ഞ സ്റ്റെപ്പ് ചെയ്താണ്ട് അത് ജസ്റ്റ് പറഞ്ഞതാണ് കേട്ടോ, പറഞ്ഞതാണ്. ഇനി നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് അടുത്തൊരു വളരെ ഇമ്പോർട്ടൻസ് സാധനമാണ് വർക്ക് എനർജി തിയറം സ്റ്റേറ്റ് ചെയ്യാനും പ്രൂവ് ചെയ്യാനുണ്ടാവും. സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, അതായത് കൈനറ്റിക് എനർജിയിലെ ചേഞ്ച് ഡെൽറ്റ കെ, അത് എന്തിന് ഈക്വലാ, വർക്ക് ഡണ്ണിന് ഈക്വല, ഡബ്ല്യുക്ക് ഈക്വൽ ആണ്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പ്രൂഫും കൂടിയാണ് കേട്ടോ. സോ ഇത് പ്രൂഫായിട്ട് ചോദിക്കും. അപ്പോൾ പ്രൂഫ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. സോ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എങ്ങനെ എഴുതാം, കൈനറ്റിക് എനർജി ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഫൈനൽ കൈനറ്റിക് എനർജി ഹാഫ് mv² മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഹാഫ് mv². ആരെ കോമൺ എടുക്കാം, ഹാഫ് എമ്മിനെ കോമൺ എടുത്തു, ഹാഫ് എം ഇൻറ്റു v² മൈനസ് u². അതിന് ഇക്വേഷൻ നമ്പർ നമ്മൾ എന്ത് ചെയ്തു, 1 ആയി ട്രീറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെയുള്ള ഈ v² മൈനസ് u² എന്തെങ്കിലും ബന്ധമുണ്ടോ, തേർഡ് ഇക്വേഷൻ മോഷനിൽ ഇയാൾ തേർഡ് ഇക്വേഷൻ മോഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്തേ, v² മൈനസ് u² ഈസ് ഈക്വൽ ടു 2as എന്ന് വരും അല്ലേ. അപ്പോൾ ഇത് എടുത്തു, ഈ 2നെ പിടിച്ച് 1ൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ 1ലെ v² മൈനസ് u²ന്റെ സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യും, 2as സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 2as സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എന്തായി, അവിടെ ഇങ്ങനെ വരും അല്ലേ. അപ്പോൾ ഈ 2ഉം വെട്ടിപ്പോകും അല്ലേ. ബാക്കി ആരെ വരിക, ഡെൽറ്റ കെ ഈസ് ഈക്വൽ ടു m ഇൻറ്റു a ഇൻറ്റു s. എടാ എം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പ്രകാരം അല്ലേ, കോൺസ്റ്റന്റ് ഫോഴ്സ് ആണെങ്കിൽ f ഈസ് ഈക്വൽ ടു m ആണ് അല്ലേ. അപ്പോൾ നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ fs എന്ന് വരും. ഇനി നമ്മൾ പഠിച്ചത് എന്താ, fs ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ആണ്. അപ്പോൾ നമ്മളുടെ പ്രൂഫായി കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ. പ്രൂഫ് പഠിക്കാം കേട്ടോ, വെരി ഇമ്പോർട്ടൻറ്റ് പ്രൂഫാണ്. 3 മാർക്ക് ഓർ 4 മാർക്കിന് സ്റ്റേറ്റ്മെന്റ് അടക്കം ചോദിക്കും. ഇനി ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യനും ചോദിക്കാറുണ്ട്, ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കും. നിങ്ങളോട് ചോദിക്കുകയാണ് വർക്ക് ഡണ്ണ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ടു ചേഞ്ച് വെലോസിറ്റി ഓഫ് എ ബോഡി ഫ്രം 20 മീറ്റർ പെർ സെക്കൻഡ് 30 മീറ്റർ പെർ സെക്കൻഡിലേക്ക് വെലോസിറ്റി മാറ്റിയാണ് ഒരു 2 കിലോഗ്രാം മാസ് ഉള്ളത് യൂസിങ് കോൺസ്റ്റന്റ് ഫോഴ്സ്. കോൺസ്റ്റന്റ് ഫോഴ്സ് ആണ് ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. റെഡി. അപ്പോൾ നമുക്ക് എന്താ പഠിച്ചത്, നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താ, വർക്ക് ഈസ് ഈക്വൽ ടു ഡെൽറ്റ കെ, കൈനറ്റിക് എനർജിയിലെ ചേഞ്ച് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ കൈനറ്റിക് എനർജിയിലെ ചേഞ്ച് എങ്ങനെ കാണാം, നമ്മൾ ഈ ഇക്വേഷൻ കാണാൻ പഠിക്കാം കേട്ടോ.
കൈനറ്റിക് എനർജിൻ്റെ ചേഞ്ച് ഹാഫ് എം ഇൻറ്റു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. ബേസിക്കലി എവിടുന്ന ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനിഷ്യൽ കൈനറ്റിക് എനർജി. ആ ഇക്വേഷൻ നമ്മൾ നേരെ യൂസ് ചെയ്തു, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തടാ. എമ്മിൻ്റെ വാല്യൂ 2 കിലോഗ്രാം ആണ്, എത്ര 300 ആണ്, ഇവിടെ 200 ആണ്. ഇത് ഫൈനൽ ചെയ്ത് കാൽക്കുലേറ്റ് നിങ്ങൾ ആൻസർ വേഗം കമൻറ്റ് ചെയ്തേ. 500 ജൂൾസ് ആണ് നിങ്ങൾ നോക്ക്. 500 ജൂൾസ് ആണ് നിങ്ങൾ ചെക്ക് ചെയ്യണം. കാൽക്കുലേറ്റർ നോക്കണം. സാറ് പറഞ്ഞു വെച്ച് ഉറപ്പിക്കേണ്ട, സാറ് പറഞ്ഞാൽ തെറ്റാൻ ചാൻസ് ഉണ്ട്. വേഗം കാൽക്കുലേറ്റർ പോയി ചെക്ക് ചെയ്തോ. റെഡി. അടുത്തത് നിങ്ങളോട് ചോദിക്കുകയാണ്, ഇതും ഇമ്പോർട്ടൻ്റാ. കൈനറ്റിക് എനർജിയുടെയും ലീനിയർ മൊമെൻറ്റത്തിനും ഇടയിലുള്ള കണക്ട് ചെയ്യുന്ന എക്സ്പ്രഷൻ, ഇവരെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കൈനറ്റിക് എനർജിൻ്റെ ഇക്വേഷൻ എഴുതി, ഹാഫ് എം വി സ്ക്വയർ എഴുതി. ഞാൻ ഇതിൻ്റെ മുകളിലും താഴെയും എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്താവും, ഇവിടെ എം സ്ക്വയർ ആവും, വി സ്ക്വയർ താഴെ ഒരു എം വരും അല്ലേ. ഇതിന് ഞാൻ എന്ത് ചെയ്യുന്നു, എം വി ദ ഹോൾ സ്ക്വയർ എഴുതി. എടാ എം വി എന്ന് പറഞ്ഞാൽ ലീനിയർ മൊമെൻറ്റം പി അല്ലേ, അപ്പോൾ നമുക്ക് എന്ത് വരും, പി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m വരും അല്ലേ. സോ കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് പി സ്ക്വയർ ബൈ 2m. ഇതിന്ന് എനിക്ക് പി കാണാൻ എന്താ ചെയ്യുക, ഈ 2m അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് റൂട്ട് എടുത്താൽ പോരെ. ഇവിടെ പി സ്ക്വയർ ആയതുകൊണ്ട് റൂട്ട് എടുക്കണ്ടേ. അപ്പോൾ എന്താവും, ലീനിയർ മൊമെൻറ്റം ഈക്വൽ ടു √2mk എന്നുള്ള ഇക്വേഷൻ കൂടി ഉണ്ട്, പഠിച്ചു വെക്കാം കേട്ടോ. അത് യൂസ്ഫുൾ ആണ്, കാരണം ഇത് അപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻ വരും. ഇത് സ്ഥിരമായി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ നോക്കുക, ഒരു ബസ് ഉണ്ട്, ഒരു കാർ ഉണ്ട്, രണ്ടിനും സെയിം ലീനിയർ മൊമെൻറ്റ്, അതായത് പി സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ആർക്കാണ് ഗ്രേറ്റർ കൈനറ്റിക് എനർജി, കൈനറ്റിക് എനർജി കൂടുതൽ ആർക്കാണ്? അപ്പോൾ തന്നെ നിങ്ങൾ എന്തായാലും എടുക്കേണ്ടത്, നിങ്ങൾ സിമ്പിളാണ്, ഗ്രേറ്റർ കൈനറ്റിക് എനർജിൻ്റെ ഇക്വേഷൻ എടുക്കുക. കൈനറ്റിക് എനർജിൻ്റെ ഇക്വേഷൻ പഠിച്ചാൽ എന്താ, പി സ്ക്വയർ ബൈ 2m. മൊമെൻറ്റം കോൺസ്റ്റൻ്റ് അല്ലേ, 2 കോൺസ്റ്റൻ്റ് ആണ്, പി കോൺസ്റ്റൻ്റ് ആണ്, സെയിം ആണ്. അപ്പോൾ ഇത് നമുക്ക് റിലേഷൻഷിപ്പ് എടുക്കാൻ പറ്റും, കെ പ്രൊപ്പോർഷണൽ ടു 1/m. അതായത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അതായത് മാസ് കുറയുമ്പോൾ കൈനറ്റിക് എനർജി കൂടും. അതല്ല ചോദിച്ചാൽ നമ്മളോട് ആർക്കാ കൈനറ്റിക് എനർജി കൂടുതൽ, മാസ് കുറഞ്ഞാക്ക്. മാസ് കുറഞ്ഞ ആരാ, കാറിനാണ് അല്ലേ, കാറിനാണ് ആൻസർ. ഇത് ജസ്റ്റിഫൈ ചോദിച്ചിട്ടുണ്ട്. ജസ്റ്റിഫൈ എന്ന് വെച്ചാൽ കാറ് മാത്രം എഴുതിയാൽ പോരാ, ഈ സ്റ്റെപ്പുകളും കൂടി എഴുതണം. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇതിന് തിരിച്ചുള്ള ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് വേഗം ചെയ്തേ, നിങ്ങൾക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്ക്. സെയിം കൈനറ്റിക് എനർജിയാണ്, ആർക്കാണ് ഗ്രേറ്റർ ലീനിയർ മൊമെൻറ്റം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ ചെയ്തെന്താ, ഇവിടെ ആർക്കാണ് കൂടുതൽ എന്ന് ചോദിച്ചാൽ ആ ഇക്വേഷൻ ഞാൻ എടുത്ത് എഴുതി അല്ലേ. അപ്പോൾ ആ ഇക്വേഷൻ ഇവിടെ എടുത്ത് എഴുതുക, എന്നിട്ട് സോൾവ് ചെയ്യുക. ഇതിൻ്റെ ആൻസർ ജസ്റ്റിഫിക്കേഷൻ നിങ്ങൾ കമൻറ്റിൽ നിങ്ങൾ രേഖപ്പെടുത്തും കേട്ടോ. ജസ്റ്റിഫിക്കേഷൻ നേരെ തിരിച്ചാലും സിമ്പിൾ അല്ലേ, പ്രശ്നമൊന്നുമില്ലല്ലോ. റെഡി, നമ്മളിത് ലൈവിലും ഡിസ്കസ് ചെയ്യാം. ഇനി ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും പറഞ്ഞത്. അപ്പോൾ രണ്ട് ബോഡിയുടെ മാസ് M1 M2 തന്നിട്ടുണ്ട്, സെയിം മൊമെൻറ്റ എന്ന് പറഞ്ഞാൽ പി സെയിം ആണെന്ന് പറഞ്ഞു. റെഡി, അവരുടെ റേഷ്യോ ഓഫ് കൈനറ്റിക് എനർജിയാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് കൈനറ്റിക് എനർജിൻ്റെ ഇക്വേഷൻ നമുക്ക് K ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m അല്ലേ. അപ്പോൾ ഒന്നാമത്തെ ബോഡിയുടെ കൈനറ്റിക് എനർജി K1, അതെന്തിന് ഈക്വലാ, പി സ്ക്വയർ ബൈ 2m1. അതെന്താ പി സ്ക്വയർ P1 എഴുതേണ്ട സാർ, എടാ സെയിം മൊമെൻ്റ് അല്ല, അപ്പോൾ P1 എഴുതേണ്ട കാര്യമില്ല അല്ലേ. സോ പി സ്ക്വയർ ബൈ 2m1 എഴുതി. അതേപോലെ സിമിലർ രണ്ടാമത്തെ ബോഡിയുടെ പി സ്ക്വയർ ബൈ 2m2. P1 P2 ആവശ്യമില്ല, കാരണം സെയിം മൊമെൻ്റ് അല്ലേ. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഇയാളെ നേരെ ഡിവൈഡ് ചെയ്തോ, K1 ബൈ K2 ചെയ്തോ. അപ്പോൾ എത്ര ആൻസർ വരിക, K1 ബൈ K2. ആരൊക്കെ വെട്ടിപ്പോവും, പി സ്ക്വയർ 2 വെട്ടിപ്പോവും, ഈ M2 മുകളിലോട്ട് പോകും അല്ലേ. അപ്പോൾ ഈക്വൽ ടു M1 ബൈ M2 ആണോ, M1 ബൈ M2 അല്ലേ വരിക. ഇവിടെ ആരാ വരിക, M2 ബൈ M1 ആട്ടോ. സംശയമുള്ള ആൾക്കാർ ഒന്ന് എഴുതിയിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് എഴുതി നോക്കട്ടോ, സംശയമുള്ള ആൾക്കാർ മാത്രം. അടുത്ത് നമുക്ക് ചോദിക്കാനുള്ളത് കൺസർവേറ്റീവ് ഫോഴ്സ് എന്താണെന്നും അതിൻ്റെ എക്സാമ്പിൾ എന്താണെന്നാണ്. അപ്പോൾ ഒരു വർക്ക് ഡൺ, ഒരു ഫോഴ്സ് ചെയ്ത വർക്ക് ഡണ്ണ്, അത് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ പാത്ത് ഫോളോഡ്. വർക്ക് ഡണ്ണ് പാത്ത്, അത് പോയ വഴി, ഫോർ എക്സാമ്പിൾ ഇവിടുന്ന് ഇവിടേക്ക് എത്തിയ വഴി പ്രശ്നമല്ലെങ്കിൽ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അവിടുത്തെ വർക്ക് ഡണ്ണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ചെയ്ത ഫോഴ്സ് ഏതായിരിക്കും, അവിടെ ഉപയോഗിച്ച ഫോഴ്സ് ഏതായിരിക്കും, കൺസർവേറ്റീവ് എന്നാണ് പറയുക. ആ ഡെഫിനീഷൻ പഠിക്കും, ഡെഫിനീഷൻ പല വർഷം ചോദിക്കാറുണ്ട്. ആൻഡ് എക്സാമ്പിൾസ് ഗ്രാവിറ്റേഷൻ ഫോഴ്സും സ്പ്രിംഗ് ഫോഴ്സാണ്. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു തിരിച്ചുള്ള ചോദ്യം വരാറുണ്ട്, വർക്ക് ഡൺ ബൈ കൺസർവേറ്റീവ് ഫോഴ്സ് ഓൺ എ സൈക്ലിക് പ്രോസസ്. അതായത് ചെയ്ത അതേ സ്ഥലത്തേക്ക്, അതായത് ഇവിടുന്ന് തുടങ്ങി ഇവിടെ തന്നെ എത്തി, ഇവിടെ തുടങ്ങി ഇവിടുന്ന് എത്തി, ഏല് തുടങ്ങി ഏലോട്ടൻ എത്തിയാൽ കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ വർക്ക് ഡൺ എന്തായിരിക്കും, മസ്റ്റായിട്ടും 0 ആയിരിക്കും കേട്ടോ, ഓർത്ത് വെക്കുക. ഇനി അടുത്ത നോൺ കൺസർവേറ്റീവ്, അത് നേരത്തെ ഓപ്പോസിറ്റ് പഠിച്ചാൽ പോരെ. അതായത് ഡിപ്പെൻസ് ഓൺ പാത്ത് ഫോളോഡ്, ഇവിടുന്ന് ഇവിടേക്ക് പോയ വഴി എന്തുണ്ട്, ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇത് വർക്ക് ഡൺ 1 ആണെങ്കിൽ ഇത് W2, ഇത് രണ്ട് ഈക്വൽ ആയിരിക്കും. ഈക്വൽ ആവില്ല, പോയ വഴിക്ക് പ്രത്യേകത ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ എക്സാമ്പിൾസ് പഠിക്കുക, ഫ്രിക്ഷണൽ ഫോഴ്സും വിസ്കസ് ഫോഴ്സും പഠിച്ചിരിക്കുക കേട്ടോ, എക്സാമ്പിൾസ് ചോദിക്കാറുണ്ട്. അടുത്തത്, വെൻ കൺസർവേറ്റീവ് ഫോഴ്സ് ഡസ് പോസിറ്റീവ് വർക്ക് ഓൺ, കൺസർവേറ്റീവ് ഫോഴ്സ് പോസിറ്റീവ് വർക്ക് ഓൺ എ ബോഡി, പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ബോഡി ഡിക്രീസ് ആട്ടോ ചെയ്യുക. അപ്പോൾ നിങ്ങൾ പഠിച്ചു വെക്കുക, പോസിറ്റീവ് വർക്കാണ് കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്തെങ്കിൽ, വർക്ക് ഡണ്ണ് പോസിറ്റീവ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി കുറയുക ചെയ്യാം.
ആൻഡ് തിരിച്ചുള്ള പഠിച്ചോ വർക്ക് ഡൺ നെഗറ്റീവ് കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്ത വർക്ക് ഡൺ നെഗറ്റീവ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ചെയ്യും. സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഇത് നമുക്ക് യൂസ്ഫുൾ ആണ്. അടുത്ത സ്പ്രിങ്ങിൻ്റെ കേസിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് PDF ആയിട്ട് ലഭിക്കാൻ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വരും ആൻഡ് എജുപോർട്ട് ആപ്പിലും വരും കേട്ടോ. ഫ്രീ ആണ് മക്കളെ, എല്ലാവർക്കും കിട്ടും. അടുത്ത് നമുക്ക് ഹൂക്സ് ലോ ഫോർ സ്പ്രിംഗ്. ഹൂക്സ് ലോ വേറെ ചാപ്റ്റേഴ്സിലും വരുന്നുണ്ട്, സ്പ്രിങ്ങിൻ്റെ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ ഒരു സ്പ്രിങ് കൺസിഡർ ചെയ്യാം. സ്പ്രിങ് നമ്മൾ നോർമൽ സ്പ്രിങ് എടുത്തു. അപ്പോൾ ഇതിങ്ങനെ റെസ്റ്റിൽ നിൽക്കും അല്ലേ? അതിനെ വിളിക്കുന്ന പേരാണ് മീൻ പൊസിഷൻ ഓർ ഇക്വിലിബ്രിയം പൊസിഷൻ. മീൻ പൊസിഷൻ എന്ന് പറയും, ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയും. x = 0 എന്ന് എഴുതാം. ഞാനൊരു അപ്ലൈഡ് ഫോഴ്സ് ഉപയോഗിച്ച് സ്പ്രിങ്ങിനെ ഇങ്ങനെ വലിച്ചു നീട്ടി, ഇങ്ങനെ വലിച്ചു നീട്ടി ഇതുവരെ നീട്ടി. സെറ്റ്. നമുക്കറിയാം റിലീസ് ചെയ്ത് എങ്ങോട്ട് പോകും സ്പ്രിങ്? തിരിച്ച് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് പോകാൻ ശ്രമിക്കും അല്ലേ? അപ്പോൾ അവിടെ ഒരു റീസ്റ്റോറിങ് ഫോഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഹൂക്സ് പറഞ്ഞത് ഇവിടുത്തെ റീസ്റ്റോറിങ് ഫോഴ്സ് ഓർ സ്പ്രിങ് ഫോഴ്സ് പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻറ്റാണ്. ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകുന്ന ഈ ഡിസ്പ്ലേസ്മെൻറ്റ്, ഞാൻ ഈ ഡയറക്ഷനിൽ ഉണ്ടാക്കിയ ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ലേ, ആ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണോ ആ ഡിസ്പ്ലേസ്മെൻറ്റ് ഞാൻ എത്രത്തോളം സ്പ്രിങ്ങിനെ ഇങ്ങോട്ട് വലിക്കുന്നോ അത്രത്തോളം തിരിച്ചു പോകാനുള്ള റീസ്റ്റോറിങ് ഫോഴ്സ് അവിടെ ഉണ്ടാവും. ലീനിയറി റിലേഷൻഷിപ്പ് അല്ലേ? അപ്പോൾ റീസ്റ്റോറിങ് ഫോഴ്സ് FR അല്ലേ, ഇങ്ങോട്ടുള്ള റീസ്റ്റോറിങ് ഫോഴ്സ് FR ഓർ F റീസ്റ്റോറിങ് എഴുതാം. അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു -x. -x എന്തുകൊണ്ട് എഴുതാൻ കാരണം? ഞാൻ ഇങ്ങോട്ടല്ലേ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നത്, റീസ്റ്റോറിങ് ഫോഴ്സ് എങ്ങോട്ടാണ്? ഇങ്ങോട്ട്. അതുകൊണ്ടാട്ടോ അവിടെ മൈനസ് വന്നത്. അപ്പോൾ FR പ്രൊപ്പോർഷണൽ ടു FX. പക്ഷേ ഈ റീസ്റ്റോറിങ് ഫോഴ്സ് ഇങ്ങോട്ടുള്ള റീസ്റ്റോറിങ് ഫോഴ്സും നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സും ഒരു പരിധി വരെ മാഗ്നിറ്റ്യൂഡ് വൈസ് ഓക്കെയാണ്. അതുകൊണ്ട് F എന്ന് കോമൺ ആയിട്ട് എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യാം. F = -kx. അപ്പോൾ ഈ Kൻ്റെ പേര് എന്തായിരിക്കും? ഒന്ന് കമൻറ്റ് ചെയ്താൽ. Kൻ്റെ പേര് എന്താ? ഒന്ന് കമൻറ്റ് ചെയ്യാമോ? Kൻ്റെ പേര് അടുത്ത സ്ലൈഡ് ആയിട്ടുണ്ട്. ആ Kൻ്റെ പേരാണ് സ്പ്രിംഗ് കോൺസ്റ്റന്റ്. അപ്പോൾ ഈ ഇക്വേഷൻ തിരിച്ചിട്ടാൽ അങ്ങനെ ഉണ്ടാവും. K = -F. മൈനസ് ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, മൈനസ് ഇട്ടാലും പ്രശ്നമില്ല കേട്ടോ. -F/x. അതാണ് സ്പ്രിംഗ് കോൺസ്റ്റന്റ്. സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഫോഴ്സിൻ്റെയും റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ ഡിസ്പ്ലേസ്മെന്റ് വിളിക്കുന്ന പേരാണെന്ത്? സ്പ്രിംഗ് ഫോഴ്സ്. സ്പ്രിംഗ് കോൺസ്റ്റന്റ്. സ്പ്രിംഗ് ഫോഴ്സ് അല്ല, സ്പ്രിംഗ് കോൺസ്റ്റന്റ്. അതിന്റെ യൂണിറ്റ് വേഗം കമന്റ് ചെയ്താൽ ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട്. ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ. എക്സ് ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് എന്താ? മീറ്റർ. ന്യൂട്ടൺ പെർ മീറ്റർ ആണ് ഇയാളുടെ യൂണിറ്റ് കേട്ടോ, മൈനസ് വേണ്ട യൂണിറ്റിന്. ആൻഡ് ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരമായൊരു ക്വസ്റ്റ്യൻ ആണ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്ട്രെച്ച്ഡ് സ്പ്രിംഗ്. ഒരു സ്പ്രിങ്ങിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത പൊട്ടൻഷ്യൽ എനർജി എത്രയാണ് അത് കാണാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ഫിഗർ ഒക്കെ വരയ്ക്കണം. ഒരു സ്പ്രിങ്ങിനെ വരയ്ക്കുന്നു, ഒരു സ്പ്രിങ്ങിൻ്റെ നോർമൽ സ്പ്രിങ് വരച്ചു. അപ്പോൾ ഇതാണ് അതിൻ്റെ മീൻ പൊസിഷൻ, x = 0 ഓർ മീൻ പൊസിഷൻ. നമ്മളൊരു അപ്ലൈഡ് ഫോഴ്സ് ഉപയോഗിച്ച് ടോട്ടൽ പതുക്കെ എക്സ് എന്ന് പറഞ്ഞ ഡിസ്പ്ലേസ്മെൻറ്റ് ടോട്ടൽ നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് ഉപയോഗിച്ചുണ്ടാക്കി. അപ്പോൾ എന്താവും? സ്വാഭാവികമായിട്ട് അവിടെ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഒക്കെ ഉണ്ടാവും. സെറ്റല്ലേ? അപ്പോൾ ഈ എൻഡ് എത്തിക്കഴിഞ്ഞു അല്ലേ? ഈ എൻഡ് വരെ എത്തിക്കഴിഞ്ഞു. അവിടെ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? x + x എന്നായിരിക്കും. കാരണം ഇത് പോസിറ്റീവ് ഡയറക്ഷനാണ്. അപ്പോൾ വേണമെങ്കിൽ സ്പ്രിങ്ങിന് നമുക്ക് ഇങ്ങോട്ടും കൊണ്ടാവും, അത് -x ആയിരിക്കും. അത് നമ്മൾ ചിത്രത്തിൽ കാണിക്കേണ്ട. സെറ്റ് അല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ നമുക്ക് ഇത് തുറക്കാം. പൊട്ടൻഷ്യൽ എനർജി എഴുതേണ്ടത് നമ്മൾ വർക്ക് ഡൺ എന്നാണ്. വർക്ക് ഡൺ ബൈ ദ സ്പ്രിംഗ് ഫോഴ്സ്. സ്പ്രിംഗ് ഫോഴ്സ് ചെയ്ത വർക്ക് ഡൺ കാണാൻ വർക്ക് = ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. W = Fs എന്നല്ല പഠിച്ചേ? വർക്ക് W = Fs എന്നല്ലേ? അപ്പോൾ ചെറിയ വർക്കാണ്. നമ്മൾ ആദ്യം എന്ത് ഒറ്റയടിക്ക് കൊണ്ടുപോകുന്നില്ല, നമ്മൾ കുഞ്ഞു സ്റ്റെപ്പായിട്ട് കുഞ്ഞായിട്ട് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം ചെറിയൊരു dx എന്ന് പറഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് ഡിസ്പ്ലേസ് ചെയ്യാൻ വേണ്ടി ചെയ്ത വർക്ക് ഡൺ DW. കുഞ്ഞു വർക്ക് ഡൺ ആണ്. അന്നേരം അവിടുത്തെ ഫോഴ്സ് റീസ്റ്റോറിംഗ് ഫോഴ്സ് ഓർ അപ്ലൈഡ് ഫോഴ്സ് F = dx അല്ലെ? ആ ചെറിയ ഡിസ്പ്ലേസ്മെന്റ് dx. സെറ്റ് അല്ലേ? അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ കാണാൻ ഞാൻ എന്ത് ചെയ്യണം? ഇയാളെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രൽ DW കൊടുത്തു. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രൽ കൊടുക്കണം. അപ്പോൾ അവിടെ നമ്മൾ ലിമിറ്റ് കൊടുക്കണം. ഇവിടെ x = 0 മുതൽ ഇങ്ങനെ ഇവിടെ വരെ പോയി അല്ലേ? x = +x വരെ പോയി. അതാണ് 0 to x എന്ന് പറഞ്ഞാൽ ലിമിറ്റ് കൊടുക്കാൻ കാരണം FdX. ഇൻ്റഗ്രേഷൻ നിങ്ങൾ പഠിച്ചില്ല, വേണമെങ്കിൽ ഈ സ്റ്റെപ്പ് കാണാൻ പഠിച്ചാലും കുഴപ്പമില്ല. ഡെറിവേഷൻ ആയതുകൊണ്ട് ഞാൻ ഇപ്പോൾ തൽക്കാലം അത് പ്രോത്സാഹിപ്പിക്കുന്നു. സമയം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ്. സമയം നിങ്ങൾ ഇൻ്റഗ്രേഷൻ മനസ്സിലായി പഠിക്കുക. എൻ്റെ എഫിൻ്റെ പകരം നമുക്ക് -kx സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ W = -kx dx. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തല്ലോ, ലിമിറ്റ് കൊടുക്കുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ k കോൺസ്റ്റന്റ് ആണ്. മൈനസിന് നമുക്ക് ഈ ഇൻ്റഗ്രലിനെ പുറത്തോട്ട് ഇടാം. അപ്പോൾ -k പുറത്തോട്ട് ഇട്ടു. ഇൻ്റഗ്രൽ 0 to x dx എന്ന് തോന്നുന്നു. ഇൻ്റഗ്രൽ 0 to x dxൻ്റെ വാല്യൂ ഇപ്പോൾ നിങ്ങൾ കാണാതെ തൽക്കാലം x²/2 എന്ന് പഠിക്കാം. തൽക്കാലം കേട്ടോ. ഞാൻ ഇൻ്റഗ്രേഷൻ ഇങ്ങനെ പഠിപ്പിക്കാൻ ഇഷ്ടമല്ല, പക്ഷേ ഇൻ്റഗ്രേഷൻ ഇപ്പോൾ നിങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യം നിലവിലില്ലാത്തതുകൊണ്ട്, ഫിസിക്സുകാർക്ക് ആവശ്യം നിങ്ങൾ മാത്സിൽ പഠിക്കുന്നുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് കൂടി കേട്ടോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്താവും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? x²/2 എന്ന് വരും. ആൻഡ് ഈ വർക്ക് ഡൺ ആണ് അവിടെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുക. ആൻഡ് നിങ്ങൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്, ഇവിടെ പഠിച്ചാൽ എന്താ? കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് പൊട്ടൻഷ്യൽ എനർജി അല്ലേ? വർക്ക് ഡൺ നെഗറ്റീവ് ആണെങ്കിൽ അവിടെ പൊട്ടൻഷ്യൽ എനർജി കൂടുകയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മൈനസ് ചെയ്തതിൻ്റെ കാര്യമില്ല. ഈ വർക്ക് ഡൺ എന്താവും? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു. നിങ്ങൾ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്താൽ ആൻഡ് ഇവിടെ ഉള്ള മൈനസ് ഒഴിവാക്കിയിട്ട് u എന്ന് പറഞ്ഞാൽ ഡബ്ല്യൂക്ക് വരെ u എഴുതാം, മൈനസ് ഒഴിവാക്കുക, kx²/2 ഓർ ഹാഫ് kx² എന്ന് എഴുതാം കേട്ടോ. സെറ്റ് അല്ലേ? റെഡി അല്ലേ? അതാണ് അതിൻ്റെ ഇയാളുടെ ഇക്വേഷൻ. കാണാതെ പഠിക്കുക. ഇനി ഫൈനൽ ആൻസറിൽ മൈനസ് അറിയാതെ എഴുതി പോയാൽ നിങ്ങൾക്ക് മാർക്ക് തരും കേട്ടോ. ഡോണ്ട് വറി, മാർക്ക് തരും. ഇനി ഇവിടുത്തെ കേസിൽ, ഈ സ്പ്രിങ്ങിൻ്റെ കേസിൽ പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും ടോട്ടൽ എനർജിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഗ്രാഫ് നമ്മൾ ഫ്രീ
ഫ്രീലി ഫോളിംഗ് ബോഡി വരച്ച പോലെയുള്ള ഗ്രാഫ് വരയ്ക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നേരത്തെ പോലെ വൈ ആക്സിൽ എനർജി എടുക്കുക, എക്സ് ആക്സിൽ ഹൈറ്റ് അല്ല ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റാണ്. അപ്പോൾ ഇത് പോസിറ്റീവ് ഡയറക്ഷനും നെഗറ്റീവ് ഡയറക്ഷനും. സ്പ്രിങ്ങിന് എനിക്ക് എന്ത് ചെയ്യാം, സ്പ്രിങ്ങിന് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രെച്ച് ചെയ്യാലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ തറ്റത്തേക്ക് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്നത് പോസിറ്റീവാണ്, ഇങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ നെഗറ്റീവാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ എൻഡിൽ നമുക്ക് ഇങ്ങനെ ഈ വരയ്ക്കുന്ന ലൈൻ ഏതായിരിക്കും ഒരു കൈനറ്റിക് എനർജി. കാരണം നിങ്ങൾ ആലോചിച്ചേ, ഈ സ്പ്രിങ്ങിനെ ഞാൻ ഇങ്ങോട്ട് മാക്സിമം സ്ട്രെച്ച് ചെയ്തു, അപ്പോൾ ഇതുവരെ അല്ലേ സ്പ്രിങ് വരുള്ളൂ, പിന്നെ വരുമോ ഇല്ല. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, വെലോസിറ്റി സീറോ. വെലോസിറ്റി സീറോ ആണെങ്കിൽ അവിടെ കൈനറ്റിക് എനർജി സീറോ. സിമിലർ കേസ് ആയിരിക്കും ഈ എൻഡിൽ, ഇങ്ങോട്ട് പ്രസ് ചെയ്താലും ഇവിടെ എന്താണ്, വെലോസിറ്റി സീറോ, കൈനറ്റിക് എനർജി എന്തായിരിക്കും സീറോ. അപ്പോൾ രണ്ട് എക്സ്ട്രീംസിൽ രണ്ട് എൻഡിൽ കൈനറ്റിക് എനർജി സീറോ ആണ്. അതുകൊണ്ടാണ് ഇയാളുടെ ഈ ലൈന് ഇങ്ങനെ അല്ലേ ഇവിടെ വരുന്നത്. അപ്പോൾ രണ്ട് എൻഡിൽ കൈനറ്റിക് എനർജി സീറോ ആണ്. ആൻഡ് മിഡിൽ മീൻ പൊസിഷനിൽ എന്തായിരിക്കും കൈനറ്റിക് എനർജി മാക്സിമം. അപ്പോൾ തിരിച്ച് നേരെ ഓപ്പോസിറ്റ് കേസിലായിരിക്കും എന്ത്, പൊട്ടൻഷ്യൽ എനർജി. രണ്ട് എൻഡുകളിൽ, രണ്ട് എക്സ്ട്രീം എൻഡിൽ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കും, മീൻ പൊസിഷനിൽ പൊട്ടൻഷ്യൽ എനർജി സീറോ ആയിരിക്കും. ആൻഡ് ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആണെങ്കിൽ മുകളിൽ ലൈനും. അപ്പോൾ ഇത് നിങ്ങൾ ഓസിലേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ വീണ്ടും പഠിക്കുന്നുണ്ട്. അപ്പോൾ തൽക്കാലം ഇവിടെ ഈ ലെവലിൽ പഠിച്ചാൽ മതി, ചിത്രം വരയ്ക്കാൻ പഠിച്ചാൽ മതി. അടുത്ത നമ്മുടെ ചാപ്റ്റർ ലാസ്റ്റ് ഭാഗത്ത് പവർ എന്താണെന്ന്. പവർ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പല ആൾക്കാരും റേറ്റ് അറ്റ് വിച്ച് വർക്ക് ഈസ് ഡൺ എന്ന് മാത്രമേ പഠിച്ചുള്ളൂ. മക്കളെ ഇതും കൂടി പഠിക്കുക. റേറ്റ് അറ്റ് വിച്ച് എനർജി ഈസ് ട്രാൻസ്ഫേർഡ്. എനർജി ട്രാൻസ്ഫർ ചെയ്യുന്ന റേറ്റിനെ നമ്മൾ പവർ എന്ന് പറയും. സോ ബേസിക്കലി പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം എന്ന് എഴുതാം, എനർജി ബൈ ടൈം എന്ന് എഴുതാം കേട്ടോ. ഇയാളുടെ എസ് ഐ യൂണിറ്റ് എന്താ, എസ് ഐ യൂണിറ്റിന്റെ പേര് വാട്ട് എന്നാണ് കേട്ടോ. വാട്ട് ക്യാപിറ്റൽ ലെറ്റർ ഡബ്ല്യു ആണ് ഇയാൾ. ക്യാപിറ്റൽ ലെറ്ററിൽ സ്മോൾ ലെറ്റർ ഡബ്ല്യു എന്ത് എഴുതിയാലും മനസ്സിലാവുന്നില്ല അല്ലേ. ഇനി ഇയാളുമായി ബന്ധപ്പെട്ട ചെറിയൊരു ഡെറിവേഷൻ തൽക്കാലം എഴുതി വെച്ചിട്ടുണ്ട്. പവറിനെ ഫോഴ്സിൻ്റെയും വെലോസിറ്റിയും ടേംസിൽ എഴുതാനാണ്. അപ്പോൾ നോക്കണേ. അപ്പോൾ നമ്മൾ എന്താ ഇവിടെ തുടങ്ങുക, വർക്കിൻ്റെ ഇക്വേഷൻ, വർക്ക് ഈസ് ഇക്വൽ ടു എഫ് ഡോട്ട് എസ് എന്ന് പറഞ്ഞ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യും. രണ്ട് സൈഡ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് വർക്ക്, ഡി ബൈ ഡി ടി ഓഫ് എഫ് ഡോട്ട് എസ് എഴുതി. എടാ ഡി ബൈ ഡി ടി ഓഫ് ഡി ഡബ്ല്യു ബൈ ഡി ടി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വർക്ക് എത്ര, പവറാണ്, അത് നമ്മൾ എഴുതി അല്ലേ. ഇവിടെ കോൺസ്റ്റന്റ് ഫോഴ്സ് ആയതുകൊണ്ട് ഇയാൾ നമുക്ക് ഇക്വേഷൻ്റെ ഡിഫറൻഷ്യലിൽ പുറത്തോട്ട് എടുക്കാം. എഫിനെ പുറത്തോട്ട് എടുത്തു അല്ലേ. എഫ് ഡോട്ട് ഡി ബൈ ഡി ടി ഓഫ് എസ്, ഡി ബൈ ഡി ടി ഓഫ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആരാ, വെലോസിറ്റി അല്ലേ. അപ്പോൾ ഡി എസ് ബൈ ഡി ടിക്ക് പകരം വെലോസിറ്റി കൊടുത്തു. അപ്പോൾ നമുക്ക് ഫൈനൽ ഇക്വേഷൻ കിട്ടി, പി ഈസ് ഈക്വൽ ടു എഫ് ഡോട്ട് വി. ഇത് ഡെറിവേഷൻ ആണ്, 2 മാർക്കിന് വരാറുണ്ട്. ആൻഡ് എച്ച് പി ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ യൂണിറ്റ് ആണ്. 1 HP ഈസ് ഈക്വൽ ടു 746 വാട്ട്. 1 HP ഈസ് ഈക്വൽ ടു 746 വാട്ട്സ് ആണ്. അങ്ങനെയാണ് മക്കളെ 3 HP എത്ര വാട്ടാണ് നിങ്ങൾ കമന്റ് ചെയ്യും, വേഗം കാൽക്കുലേറ്റ് ചെയ്ത് കമന്റ് ചെയ്ത്. ഇതൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആട്ടോ. അപ്പോൾ അടുത്തത് എലാസ്റ്റിക് കൊളിഷനും ഈ ഇലാസ്റ്റിക് കൊളിഷനും തമ്മിലുള്ള സിമിലാരിറ്റിയും ഡിഫറൻസും. എന്താ ഇവർ തമ്മിലുള്ള സിമിലാരിറ്റി, സിമിലാരിറ്റി ലീനിയർ മൊമെന്റം. എലാസ്റ്റിക് കൊളിഷൻ ആണെങ്കിലും ഇൻ ഇലാസ്റ്റിക് കൊളിഷൻ ലീനിയർ മൊമെന്റവും ടോട്ടൽ എനർജി എന്തായിരിക്കും, കൺസേർവ്ഡ് ആയിരിക്കും. സോ ഇലാസ്റ്റിക് കൊളിഷനിലും ഇൻഇലാസ്റ്റിക് കൊളിഷനിലും ലീനിയർ മൊമെന്റും ടോട്ടൽ എനർജി എന്താണ്, കൺസേർവ്ഡ്. പക്ഷെ എന്താ വരുമ്പോൾ ഡിഫറൻസ് എന്താ, ഇൻ ഇലാസ്റ്റിക് കൊളിഷനിൽ എന്താണ്, കൈനറ്റിക് എനർജി. ഇൻ ഇലാസ്റ്റിക് കൊളിഷനിൽ കൈനറ്റിക് എനർജി എന്തായിരിക്കും, കൈനറ്റിക് എനർജി കൺസേർവ്ഡ് അല്ല. അപ്പോൾ രണ്ട് കൊളിഷനിലും ലീനിയർ മൊമെന്റും ടോട്ടൽ എനർജിയും കൺസേർവ്ഡ് ആണ്. പക്ഷേ ഇൻ ഇലാസ്റ്റിക് കൊളിഷനിൽ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് അല്ല. ഡിഫറൻസ് പഠിച്ചല്ലോ, സിമിലാരിറ്റിയും പഠിച്ചല്ലോ. അങ്ങനെയാണ് ഇതിന്റെ ആൻസർ. വേണം നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് പറഞ്ഞു നോക്കിയേ. എന്താണ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് കൺസേർവ്ഡ് ഇൻ ഓൾ ടൈപ്സ് ഓഫ് കൊളിഷൻ. എല്ലാത്തിലും കൺസേർവ്ഡ് ഏതാ, ലീനിയർ മൊമെന്റം ആൻഡ് ഒരാളാരാ, ടോട്ടൽ എനർജി. കൈനറ്റിക് എനർജി എഴുതാൻ പറ്റില്ല, എനർജി എന്ന് എഴുതരുത്, ടോട്ടൽ എനർജി എന്ന് എഴുതണം. കൈനറ്റിക് എനർജി എല്ലാ കൊളിഷനും കൺസേർവ്ഡ് അല്ല, ഇൻഇലാസ്റ്റിക്കലി കൈനറ്റിക് എനർജി കൺസേർവ്ഡ് അല്ല. സെറ്റ്. അപ്പോൾ അടുത്തത് ഇതിന്റെ ക്വസ്റ്റ്യൻ, ഇതിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വീഡിയോ എൻഡ് ചെയ്തു. ഇതുവരെ കണ്ട ആൾക്കാർ അടിപൊളിയാണ്. ഫുൾ ചാപ്റ്ററിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ റിവൈസ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്കുള്ളൊരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആയിട്ട് വേഗം കമന്റ് ചെയ്യും. എ ആണോ, ബി ആണോ, സി ആണോ? ഇലാസ്റ്റിക് കൊളിഷനിൽ ടോട്ടൽ കൈനറ്റിക് എനർജി, ടോട്ടൽ ലീനിയർ മൊമെന്റം സി ആണോ? വേഗം കമന്റ് ചെയ്തേ. സെറ്റ് അല്ലേ? ചാപ്റ്റർ കഴിഞ്ഞു, അടിപൊളിയായിട്ട് പഠിക്കുക. നെക്സ്റ്റ് ചാപ്റ്ററിന്റെ ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് വീണ്ടും കാണാം.